ഇപ്പൊ ഈ അനാഥ കൊച്ചിനെ ഞാനിപ്പോ ഇനി അതോടൊപ്പം ഉണ്ടാക്കുമെന്ന് അറിയാൻ പാടില്ല. അറിയാവുന്ന ആരെങ്കിലും വിളിച്ച് ചെയ്യിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ശോഭനയൊന്ന് വിളിച്ചാലോ? ചോദിച്ചു നോക്കാം. കിട്ടിയാ കിട്ടി. ഹലോ ഹലോ, ആ ശോഭന മാഡം. പറ. ഇത് എവിടെയാണ്? ഞാൻ ഓഫീസില്. ഞാൻ വിളിച്ചെന്നു വെച്ചാൽ ശോഭന ഏതാണ്ടും സിനിമയിലൊക്കെ അഭിനയിക്കാൻ താല്പര്യപ്പെട്ട് നിൽക്കുന്ന ഒരാളാണല്ലോ. അപ്പൊ അതിന്റെ ഒരു പരിഹാരം എന്നുള്ള ഒരു രീതിയിലൊരു സംഭവം ഉണ്ട്. ഓക്കെ. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പുള്ളിക്കാരുടെ മാർക്കറ്റ് വാല്യൂ കൂട്ടുന്നതായിട്ട് ബന്ധപ്പെട്ടേ പുള്ളിക്കാരെ ആരെങ്കിലും ഒന്ന് സഹായിക്കുന്നു, ഒരു പാവപ്പെട്ട വീട്ടിലെ ഒരാളെ സഹായിക്കുന്നു. ഇപ്പൊ കുറെ ആൾക്കാർ ചെയ്യുന്നുണ്ടല്ലോ. കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ സഹായം വാങ്ങാൻ വേണ്ടിട്ട് എനിക്കൊരാളെ ആവശ്യമുണ്ടായിരുന്നു. അനാഥ കുട്ടിയായിട്ട്. ഞാനേ നല്ല കുടുംബത്തിൽ പറഞ്ഞതാ. എനിക്ക് അനാഥ കുട്ടിയായിട്ട് അഭിനയിക്കാൻ പറ്റുന്നില്ല. മര്യാദയ്ക്ക് ഫോം വെച്ചേ. ഓരോ ഉടായ്പും കൊണ്ട് വന്നേക്കാ. എനിക്ക് ഓഫീസിൽ 100 കൂട്ടം പണിയാ. അതിന്റെ പ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാ. ശരി അച്ഛോ, കുറച്ചുകൂടെ പറയണ്ടായിരുന്നു. പക്ഷെ മൂടില്ല. അനാഥേ ഇനിയിപ്പൊ ഞാൻ ആരോട് വെച്ച് വെക്കാനാ? വെച്ചിട്ടാണെങ്കിൽ ഒറ്റ ഫോൺ കൊടുക്കണം. അണ്ണനോട് വേണ്ട, അണ്ണന്റെ വയലിരിക്കണ കേൾക്കും. കൊച്ചേ, നീ എന്താ ഇവിടെ നിക്കുന്നത്? അതെ, ഞാനൊരു സിനിമയുടെ ഒക്കെ ആവശ്യമായിട്ട് വന്നായിരുന്നു. അതുണ്ടല്ലോ മമ്മ, എനിക്ക് ഒരു ഹെൽപ്പ് ചെയ്ത് തരുമോ? എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു 1500 രൂപ വേണമെന്ന്. 1500. നിന്റെ മുത്തോണ്ണല്ലേ അവിടെ? അണ്ണനോടൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല. അണ്ണൻ തരുമൊന്നുമില്ല, ചേച്ചിയും തരൂല്ല. മാമനൊന്നും കനിയണം. കനിയാനായിട്ട് എന്റെ കാശ് വേണ്ടി. മാമൻ ഈ സിനിമയും സ്ക്രിപ്റ്റൊക്കെ ആയിട്ട് നടക്കണല്ലേ? ഇതായിട്ടൊക്കെ നടക്കുന്ന മാത്രമേ ഉള്ളൂ. ഇതൊന്ന് പുറത്തിറങ്ങിയാലേ എന്റെ വല്ല ചിക്കിലി ആവത്തുള്ളൂ. അന്ന് അറിയാവുന്ന ആരോടേലും ചോദിക്ക്. നിനക്കിപ്പം കാശ് ഇപ്പൊ ഞാൻ അല്ല, നിനക്ക് എത്ര രൂപ വേണമെന്ന് പറഞ്ഞു? 1500. 1500? അല്ല, ആ എമൗണ്ടിന് ഇത്തിരി വ്യത്യാസം വന്ന കുഴപ്പമുണ്ടോ? അയ്യോ, അതിലും കുറഞ്ഞ കുറവല്ല, ഇച്ചിരി കൂടിക്കഴിഞ്ഞാൽ കുഴപ്പമുണ്ടോ? എന്ത് കുഴപ്പം? കൂടെ ഒരു പ്രശ്നമില്ല. അതിലൊരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാ എന്റെ കൂടെ നിക്കണം. എന്താ പ്ലാൻ? പ്ലാനെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമില്ല, നമ്മൾ ഇതേപോലെ ഒരു വീഡിയോ പിടിക്കുന്നു. അതാണോ? പിന്നെന്താ, ഞാൻ നിക്കാലോ. പക്ഷെ അനാഥക്കുട്ടിയായിട്ടൊന്ന് അഭിനയിക്കേണ്ടി വരും. എനിക്ക് പറ്റൂന്നില്ല. എനിക്ക് അച്ഛനും അമ്മയോട് ചേച്ചിയൊക്കെ ഉള്ളതാ. എനിക്ക് അനാഥയൊന്നായിട്ട് അഭിനയിക്കാനൊന്നും പറ്റില്ല. വേറെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. വല്ല കോടീശ്വരനോ കോടീശ്വരന്റെ മകളോ. എടി, അവസരങ്ങൾ കിട്ടുമ്പോഴേ വരത്തുള്ളൂ. ഇതിപ്പോ ഇങ്ങനെ ഒരു അവസരം വന്നു, ആ കാശ് അല്ലേ വേണ്ട, ഞാൻ വേറെ ആളെ നോക്കിക്കോളാം. അല്ല ഒരു മിനിറ്റ്. ഈ എത്ര നേരം അഭിനയിക്കേണ്ടി വരും? നേരം എന്ന് പറയാൻ ഒരു 5 മിനിറ്റിനാണ് ഈ 1 ലക്ഷം. വേറെ എന്ത് ജോലി ചെയ്താൽ കിട്ടും? 5 മിനിറ്റിന്റെ കാര്യമാണെങ്കിൽ കുഴപ്പമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം. അല്ല, നിനക്ക് പറ്റില്ലെങ്കിൽ പറഞ്ഞു, ഞാൻ വേറെ ആളെ നോക്കിക്കോളാം. കുഴപ്പമില്ല. അങ്ങനെ ആണെങ്കിൽ കുഴപ്പമില്ല. വാ എടേ, അങ്ങോട്ടല്ല ഇങ്ങോട്ട് വരാം. ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് മോർണിംഗ്. ഗുഡ് ആഫ്റ്റർനൂൺ. പിന്നെ മാഡം, ഇതാണ് നമ്മൾ പറഞ്ഞ കുട്ടി, അനാഥ കുട്ടി. പക്ഷെ ഈ കുട്ടീനെ കണ്ടിട്ട് ഒരു അനാഥ പോലെ ഇല്ലല്ലോ. അയ്യോ, എനിക്ക് ലുക്കിലൊന്നും ഞാൻ ശരിക്കും അനാഥ. അതെ, നമ്മൾ ഈ കാഴ്ചയിലൊന്നും അല്ല. എന്റെ കാരണവന്മാരായിട്ട് ഭയങ്കര സൗന്ദര്യമുള്ളവരായതുണ്ടേ എന്നെ കണ്ട ഒരു ഫീൽ വരില്ല. പക്ഷെ സാമ്പത്തികം ഇല്ല. പക്ഷെ പഠിക്കാനൊക്കെ ഭയങ്കര മിടിക്കാണല്ലേ? എന്താ പഠിക്കുന്നത്? എനിക്കറിയില്ല. അല്ല, എനിക്ക് ആഗ്രഹം LLB പഠിച്ചിട്ട് ഡോക്ടർ ആവണമെന്ന്. പക്ഷെ സാമ്പത്തികം മാക്സിമം ഇത് പബ്ലിസിറ്റി കിട്ടും. അപ്പൊ പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാം കറക്റ്റായിട്ട് ചെയ്യുമല്ലോ. പൈസ ഇസ് നോട്ട് എ പ്രോബ്ലം. പൈസ എല്ലാം സെറ്റാക്കാം. കാസു സരി മാഡം. പൈസ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇതൊക്കെ സാഹചര്യങ്ങൾ വെച്ച് ആ ഒരു സംഭവം നമ്മൾ മനസ്സിലാക്കി എടുത്തേക്കണം. എന്നാ ശരി, നമുക്ക് ഷൂട്ട് ചെയ്യാം. വെച്ച് താമസിപ്പിക്കണ്ട ഇതൊന്നും. ഹലോ ഗൈസ്, ഞാൻ വഴിയിൽ കൂടെ നടന്നു വരികയായിരുന്നു. പെട്ടെന്ന് ഒരു അനാഥ കുട്ടി ആ റോഡിലിരുന്ന് കരയുന്ന ഞാൻ കണ്ടു. അപ്പൊ എനിക്കത് കണ്ടപ്പോ എനിക്ക് വല്ലാതെ വിഷമമായി. എനിക്ക് വല്ലാതെ വിഷമമായി. അപ്പൊ ആ കുട്ടീനെ എനിക്ക് ഹെൽപ്പ് ചെയ്യണമെന്ന് എന്റെ മനസ്സ് പറയുന്നുണ്ടായിരുന്നു ഗൈസ്. ഉള്ളിൽ വരട്ടെ. അപ്പൊ ആ കുട്ടീനെ കണ്ടപ്പോ ഞാൻ ചോദിച്ചു, എന്താ പ്രശ്നം? ആ കുട്ടി പറഞ്ഞു, അനാഥ കുട്ടിയാണെന്ന്. പിന്നെ ആ കുട്ടിക്ക് എനിക്ക് സഹായം വെള്ളി പറയല്ലേ മാഡം, വെള്ളി അടിക്കല്ലേ, ആവശ്യത്തിന് വെള്ളിയുണ്ട്.
ഒരു പാവ അനാഥയാണ്. എനിക്ക് അച്ഛനമ്മയില്ല. അങ്ങനെ ഞാൻ വഴിയിലിരുന്നപ്പോഴത്തേക്കുമാണ് ഈ മേഡനെ കണ്ടത്. നല്ല ടാലന്റഡ് ഉള്ള കുട്ടിയാണ്. LLB പഠിച്ചിട്ട് ഡോക്ടർ ആവണമെന്നാണ് ആഗ്രഹം. പക്ഷെ എനിക്ക് പഠിക്കാനുള്ള കാശില്ല. അപ്പൊ ഈ മേഡം എന്നെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ എപ്പോഴും ഈ മേഡത്തിനോട് കടപ്പെട്ടിരിക്കും. അതെയോ? അപ്പൊ നമ്മുടെ വീഡിയോസ് ഒക്കെ നന്നായിട്ട് അങ്ങ് വൈറലായിട്ട് സന്തോഷമുണ്ട്. എനിക്ക് സന്തോഷമുണ്ട്. പിന്നെ ഞാൻ പൈസന്റെ കാര്യം നോ ടെൻഷൻ, അത് ഞാൻ കൂട്ടിത്തരവാനേ. ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ടി വരുമായിരുന്നു. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ചാനലുകാരെയൊക്കെ ഞാനിത് അറിയിച്ചിട്ടുണ്ട്. അവരൊക്കെ ഇത് മാക്സിമം സപ്പോർട്ട് ചെയ്യണം നമ്മൾ. പിന്നീട് നമുക്ക് അവരെ ആവശ്യമുണ്ട്, നമുക്ക് അവരെ ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. എൻ്റെ തന്ത്രങ്ങൾ ഇനിയും മാഡം കാണാൻ കിടക്കുന്നേ ഉള്ളൂ. ഹലോ ഹലോ, ആ അല്ലേ? അതെ അതെ. ഞാൻ മറ്റേ കുട്ടീനെ സഹായിക്കുന്ന വീഡിയോ കണ്ടായിരുന്നു. അത് കണ്ടിട്ട് വിളിക്കണതാണ്. ഇത്രയും വലിയ ആളാന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അയ്യോ, അത് ഞാൻ അറിഞ്ഞില്ല വീഡിയോ എടുത്തത്. എൻ്റെ ഫാൻസുകൾ ഇങ്ങനെ മീഡിയസ് ഒക്കെ വന്നിട്ട് എടുത്തപ്പോൾ അതങ്ങനെ വൈറലാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇത്രയും കൈൻഡ് ആയിട്ടുള്ള ആളാന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഇന്റൻഷനിൽ വീഡിയോ എടുക്കാന്ന്. അല്ലല്ല, അത് ഫാൻസിന്റെ ഒരു കാര്യം. ഞാൻ മാഡത്തിന് വലിയ ഫാനായി മാഡം. ശരി കേട്ടെ. ശരി, ഓക്കെ. ഇനി ഇതേപോലത്തെ ഉണ്ടല്ലോ അഭിനന്ദന കോളുകൾ വന്നുകൊണ്ടേയിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ ഇപ്പം ഈ മാർക്കറ്റ് വലിയ താന്നു പോകുന്നതിന് മുമ്പ് ഒരുപാട് കാര്യങ്ങൾ വേറെ ചെയ്യാനുണ്ട്. അത് നമ്മളിപ്പം ചെയ്ത ഒരു പാവപ്പെട്ട ഒരു കുട്ടിക്ക് ഒരു സഹായം കൊടുത്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി കുറച്ച് അനാഥാലയങ്ങളിൽ പോകണം, നമുക്ക് കുറച്ച് വീഡിയോസ് എടുക്കാം. പിന്നെ നമുക്ക് വൃദ്ധസദനം അതേപോലെയുള്ള കാര്യങ്ങളല്ലേ. പിന്നെ അതെല്ലാം കുറേശ്ശെ മതി. പിന്നെ പറ്റുവാണെങ്കിൽ നമ്മൾ അമ്പലങ്ങളുടെയൊക്കെ വഴിവെക്കിലൊക്കെ ആരെങ്കിലുമൊക്കെ ഇരിക്കുമല്ലോ, അവർക്കൊക്കെ ചോറൊക്കെ മേടിക്കാം. അത് നിസ്സാര ചിലവേ ഉള്ളൂ, വലിയ ചിലവ് വരത്തില്ല. പക്ഷേ അതിൻ്റെയൊക്കെ വീഡിയോസ് ഇറങ്ങി കഴിയുമ്പോൾ അതിന് കിട്ടുന്ന ഒരു ഇതുണ്ടല്ലോ. ഇതുപോലെ കോൾ ചെയ്യായിരിക്കും അല്ലേ? അതുപോലെ കോളൊന്നും എടുക്കാൻ നേരം ഉണ്ടാവില്ല. ഇതാണ് വേണ്ടതായിരുന്നു. ഹായ് ഗൈസ്, എനിക്ക് നിങ്ങളോട് ഇന്നൊരു കാര്യം പറയാനുണ്ട്. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു മലയാളം സിനിമാ നടി ഒരു പാവം അനാഥയായ കുട്ടിക്ക് കുറച്ച് കാശ് കൊടുത്ത് സഹായിക്കുന്നത്. ആ അനാഥയായ കുട്ടി വേറെ ആരല്ല, ഞാൻ തന്നെയാണ്. ഞാൻ ആക്ച്വലി അനാഥയൊന്നുമല്ല, എനിക്ക് അച്ഛനമ്മയൊക്കെ ഉള്ളതാ. അവർ ചുമ്മാ എന്തോ എന്നെ പറഞ്ഞ് പീഡിപ്പിച്ച് ഭീഷണിപ്പെടുത്തി എടുത്ത വീഡിയോ ആണ്. എന്നിട്ട് അവരെന്നോട് പറഞ്ഞു 5 ലക്ഷം രൂപ തരാൻ ഒരു വീഡിയോ ഒക്കെ ഇട്ടിരുന്നു. 5 ലക്ഷം പോയിട്ട് 5 പൈസ പോലും എനിക്ക് അവർ തന്നിട്ടില്ല. പക്ഷേ അവർ പ്രേക്ഷകരെന്ന രീതിയിൽ നിങ്ങളെ കബളിപ്പിക്കുകയായിരുന്നു. ഇതിനെതിരെ കർശനമായിട്ട് എല്ലാവരും നെഗറ്റീവ് കമൻസ് ഇടണം. അതിനെതിരെ നമ്മളെല്ലാവരും പ്രതികരിക്കണം. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ കണ്ടുവരുന്ന മെയിൻ പരിപാടിയാണിത്. ഈ ചതുക്കുകയും ഞാൻ വീണ പോലെ വേറെ ആരും വീഴാൻ പാടില്ല. ഓക്കെ, ഇപ്പോഴാണ് സമാധാനമായത്. വേറെ സിനിമയുടെ കുറച്ച് കഥയൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് വിളിക്കും ആളുകൾ. അപ്പൊ തൽക്കാലം അതൊക്കെ ഒന്ന് ഹോൾഡ് ചെയ്യും. മാഡം, ഇതൊരു പ്രശ്നമുണ്ട്. വീഡിയോസ് ഒക്കെ ഒരുപാട് വരും. അങ്ങനല്ലല്ലോ. എനിക്ക് നിങ്ങളോട് ഇന്നൊരു കാര്യം പറയാനുണ്ട്. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു മലയാളം സിനിമാ നടി ഒരു പാവം എന്താണ് മിസ്റ്റർ ആക്ഷൻ ഇത്? ನಾನು ಇಷ್ಟು ಖರ್ಚು ಮಾಡಿ ದುಡ್ಡೆಲ್ಲ ಹಾಕಿ ഞാനിപ്പോ ഒരു കോളുണ്ട്, ഞാൻ ഇതിപ്പോ പരിഹരിക്കാം. മിസ്റ്റർ ആക്ഷൻ എന്താ ഇത്? ഈ കുട്ടി എന്താ ഇങ്ങനെ പറഞ്ഞു? ഇങ്ങനെ വരാൻ വഴിയില്ല. അത് ഞാൻ ഇപ്പൊ ക്ലിയർ ചെയ്യാം. ഇപ്പൊ ക്ലിയർ ചെയ്ത് ഞാൻ തരാം. ഇപ്പൊ ശരിയാക്കി തരാം കേട്ടോ. ದುಡ್ಡು ಹೋಯ್ತು, ಮಾನ ಮರ್ಯಾದೆಯೂ ಹೋಯ್ತು, ಪೈಸೆയും പോയി, മാന മര്യാദയും പോയി.